എന്ത് കണ്ടെത്തിയാണ്, എന്തൊരു പുള്ളിയാണിത് ഈ മഴയത്ത്. ഞാൻ കുഞ്ഞെന്തോ ഷൂട്ട് ചെയ്തതിനു ശേഷം ആദ്യമായിട്ടാണ് യൂസിലേക്ക് വരുന്നത്. ഈ ഗ്രൗണ്ടിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, ഈ കോളേജിൽ ഞാൻ ഓടി നടന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരുപാട് സീനിയേഴ്സ് എന്റെ സുഹൃത്തുക്കളാണ്, ആദ്യം മാസത്തെ ഉൾപ്പെടെ. ഓക്കെ, സീനിയേഴ്സിനെ പറ്റി പറയാണ്ട് ജൂനിയേഴ്സിനെ പറ്റി പറയാം. ഫ്രഷേഴ്സ്, ഈ ദിവസം നിങ്ങളുടേതാണ്. ഈ മഹത്തായ UC കോളേജിന്റെ ഭാഗമായി നിങ്ങൾ മാറുന്ന ദിവസമാണെന്ന്. ഇത്രയും വലിയൊരു ഇവന്റ് ഫ്രഷേഴ്സ് ഡേക്ക് വെച്ച് ഇവരെ വെൽക്കം ചെയ്യുന്നതിന് KSUവിന് എന്റെ എല്ലാവിധ ആശംസകളും. കോളേജിന്റെ ഭാഗമായി, ചരിത്രത്തിന്റെ ഭാഗമായി ഈ ഫ്രഷേഴ്സിനെ എല്ലാവരെയും ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇവിടെ വന്നതിന്റെ കാര്യം പറയാം. അഡിയോസ് അമീഗോ. എന്താ UC വേണ്ട വേണ്ട. അഡിയോസ് അമീഗോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുകയാണ് കോളേജിൽ. അപ്പൊ ഇതിനും വലിയ ഒരു സ്റ്റാർട്ട് കിട്ടാനില്ല, ഇവിടുന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ ജഡ്ജ്മെന്റ് തെറ്റില്ല. ഈ എനർജി, ഈ പ്രൊമോഷന് ഞങ്ങൾക്ക് മുന്നോട്ട് വേണം. ഞാനും സുരാജേട്ടനും ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണത്. ഒരു ക്ലീൻ എന്റർടൈനർ ആണ്. ഹലോ 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 വേണ്ട, ടേക്ക് ഇറ്റ് ഈസി. നമ്മൾ എന്താ പറയാ, എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്നും അറിയാൻ ശ്രമിക്കും. സൗഹൃദത്തിന്റെ കഥയാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അത് മതി നമുക്ക്. ഹലോ വേണ്ട വേണ്ട, വിട് ചിൽ. വിടു ബ്രോ, വിടു മച്ചാണ്. ഞാൻ പറഞ്ഞതിന് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഇട്ടതാണ്. അപ്പം ആ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ട് സുരാജേട്ടനോട് ആദ്യമായിട്ടാണ് ഇത്രയും ത്രൂ ഔട്ട് ഒരു സിനിമ ഞാൻ ചെയ്യുന്നത്. ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കണം ഈ സിനിമ. കുഴപ്പമില്ല, ഇതൊക്കെ കോളേജിന്റെ ഭാഗമാണ്. ഇതും കൂടെ ഉണ്ടെങ്കിലേ കോളേജ് ലൈഫ് ഉള്ളൂ. നമ്മളുണ്ടാക്കിയ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ച ടെൻഷനും ഒക്കെയാണ് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള മെമ്മറീസ് ഉണ്ടാക്കുക. നിങ്ങൾ ബ്രേക്കപ്പ് ആവും, വീണ്ടും പ്രേമിക്കുക. എവിടെയാണോ ഉള്ളത് അത് ആസ്വദിക്കുക കേട്ടോ. ഇനി 5-10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ റീയൂണിയൻ വന്നിട്ട് ശരി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്ത് ഒരു അടിപൊളി കോളേജാണ് ഫ്രഷേഴ്സ്. ഈ കോളേജിനെ നിങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, കേരളത്തിൽ ഇപ്പോഴും ഇത്രയും എനർജിയുള്ള കോളേജസും ക്യാമ്പസും സ്റ്റുഡൻസും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും ലൈഫിൽ അടിപൊളിയാവട്ടെ. ഈ എനർജി ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.